നമസ്തേ. CJP സമരം വിജയിച്ചപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയത് ആരാണ്? സമരത്തിന് പരസ്യ പിന്തുണ നൽകിയ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ മുമ്പ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത്. BJP എപ്പോഴും ക്രീസിൽ കാണാൻ ആഗ്രഹിക്കുന്ന ബാറ്റ്സ്മാനാണ് രാഹുൽ ഗാന്ധി എന്ന പരാമർശം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. അതേസമയം കോൺഗ്രസിനോട് നന്ദി പറയാതെ ഇടതു വിദ്യാർത്ഥി സംഘടനകളെ മാത്രം പരാമർശിച്ച CJPയുടെ നിലപാടും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. രാഹുലിനെ പരിഹസിച്ച ദീപ്കയുടെ പഴയ പോസ്റ്റ് വീണ്ടും വൈറലായിരിക്കുന്നു. CJP വിജയത്തിന് പിന്നാലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ 2025 ജനുവരി 29 പങ്കുവച്ച പഴയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുന്നത്. ജന്തർ മന്ദറിൽ CJP നടത്തിയ ദീർഘകാല വിദ്യാർത്ഥി സമരം അവസാനിക്കുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ പഴയ പോസ്റ്റ് വീണ്ടും വ്യാപകമായി പ്രചരിക്കുന്നത്. ആ പോസ്റ്റിൽ ദീപ്കെ ഉപയോഗിച്ച ഉപമയാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്താണെന്നല്ലേ, BJP ക്രീസിൽ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ബാറ്റ്സ്മാനാണ് രാഹുൽ ഗാന്ധി. കാരണം ലക്ഷ്യം പിന്തുടർന്ന് വിജയത്തിലെത്താൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ലെന്ന ആത്മവിശ്വാസം BJP നേതൃത്വത്തിനുണ്ട് എന്നായിരുന്നു അന്നത്തെ വിമർശനം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തെയും രാഹുലിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ പരാമർശം. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും വൈറൽ. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിട്ടും ആ പോസ്റ്റ് വീണ്ടും വൈറലാകാൻ കാരണം CJP സമരത്തിന് ലഭിച്ച രാഷ്ട്രീയ പിന്തുണയാണ്. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും നേരിട്ട് പങ്കെടുത്തിരുന്നു. വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധത്തിന് പിന്നാലെ ദില്ലി പോലീസ് രാഹുൽ ഗാന്ധിക്കെതിരെ 2 FIRകൾ രജിസ്റ്റർ ചെയ്തു. അതീവ സുരക്ഷാ മേഖലയെ ലോ കല്യാൺ മാർഗിൽ അനുമതിയില്ലാത്ത പ്രതിഷേധം സംഘടിപ്പിച്ചതും പൊതുശാന്തി ലംഘിച്ചതുമാണ് കേസുകളുടെ അടിസ്ഥാനമായത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് മാർച്ച് നടന്നത്. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് നിരവധി നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. CJP നന്ദി പറഞ്ഞത് ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രം. സമരം അവസാനിച്ചതിന് പിന്നാലെ CJP ഔദ്യോഗികമായി പുറത്തിറക്കിയ പ്രതികരണവും വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുകയാണ്. SFI, AISF ഉൾപ്പെടെയുള്ള ഇടതു വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ പിന്തുണയ്ക്ക് പേരെടുത്താണ് നന്ദി അറിയിച്ചത് എങ്കിലും സമരത്തിന് പരസ്യ പിന്തുണ നൽകിയ കോൺഗ്രസിനെയോ രാഹുൽ ഗാന്ധിയോ എവിടെയും പരാമർശിച്ചിട്ടില്ല. CJP വക്താവ് അശുതോഷ് റാങ്ക എക്സിലൂടെ നടത്തിയ പ്രതികരണത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണയാണ് സമരവിജയത്തിൽ നിർണായകമായതെന്ന് പറഞ്ഞു. തുടർന്ന് പ്രതികരിച്ച അഭിജിത് ദീപ്കെയും ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയും വലിയ പോരാട്ടങ്ങൾ മുന്നിലുണ്ട് എന്ന് വ്യക്തമാക്കി. സമരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞെങ്കിലും കോൺഗ്രസിന്റെ പേര് ഒഴിവാക്കിയത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അടുത്ത ലക്ഷ്യം പഞ്ചാബോ? സമരം അവസാനിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ച അഭിജിത് ദീപ്കെ ഇനി പഞ്ചാബിലെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിഷയത്തിൽ സംഘടന വിശദമായ തന്ത്രം തയ്യാറാക്കുകയാണെന്നും ഉടൻ തുടർ നടപടികൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറയുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം സർക്കാരുമായി ചർച്ച ചെയ്യുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഒരു വിദ്യാർത്ഥിക്കെതിരെയും ക്രിമിനൽ കേസ് നിലനിൽക്കാൻ പാടില്ല. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കുകയാണ് ഞങ്ങളുടെ മുൻഗണന. പഞ്ചാബ് വിഷയവും ഞങ്ങൾ ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അഭിജിത് ദീപ്കെ പറഞ്ഞു. ഈ പ്രഖ്യാപനത്തോടെ CJP ദേശീയ തലത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുകയാണെന്ന വിലയിരുത്തലും ശക്തമായിരിക്കുകയാണ്. അപ്പോൾ ഇനി രാഹുൽ രാജീവ് ഇനി ആപ്പ് സർക്കാരിനെതിരെ രംഗത്തിറങ്ങുമോ? അതോ CJP സമരത്തിന് പിന്തുണ നൽകിയ രാഹുൽ ഇനി പഞ്ചാബിലെ ചോദ്യപേപ്പർ ചോർച്ച ആരോപണങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിക്കെതിരെ നിലപാട് സ്വീകരിക്കുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച കോൺഗ്രസ് സമാനമായ ആരോപണങ്ങൾ ഉയരുന്ന പഞ്ചാബിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? എന്തു തോന്നുന്നു നിങ്ങൾക്ക്? ഇതും രാഷ്ട്രീയമായി നിർണായകമായ ഒരു കാര്യമാണ്. BJP ഇതിനകം തന്നെ ഈ വിഷയം ശക്തമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. രാഹുലിനെ വിമർശിച്ച പഴയ പോസ്റ്റ് വീണ്ടും വൈറലാകുന്നതും CJP കോൺഗ്രസിനോട് നന്ദി പറയാതിരുന്നതും പഞ്ചാബ് വിഷയത്തിൽ പുതിയ സമര സൂചന നൽകിയതുമെല്ലാം ചേർന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്.
CJP സമരത്തിന് പിന്നാലെ ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങളാണ് രൂപപ്പെടുന്നത്. രാഹുൽ ഗാന്ധി പരിഹസിച്ച പഴയ പോസ്റ്റ് വീണ്ടും വൈറലാകുന്നു. കോൺഗ്രസിനെ പരാമർശിക്കാതെ ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രം നന്ദി അറിയിച്ചിരിക്കുന്നു. ഇനി പഞ്ചാബിലെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഇടപെടുമെന്ന പ്രഖ്യാപനവും രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ചൂടേകുകയാണ്. CJPയുടെ ഈ നിലപാട് പുതിയ രാഷ്ട്രീയത്തിൽ പുതിയ സ്വാധീനം ചെലുത്തുമോ? രാഹുൽ ഗാന്ധി ഇനി പഞ്ചാബ് വിഷയത്തിലും ഇടപെടുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഒപ്പം തത്തുമൈ ന്യൂസിന്റെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.